വയസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒന്ന് നിയന്ത്രിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സ്കിന്നൊക്കെ നല്ല ചുളിവുകളില്ലാണ്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് ചില ക്ലയൻസ് എങ്കിലും എനിക്ക് വരാറുണ്ട്. പലപ്പോഴും മെസ്സേജുകളിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടർ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ വയസ്സാവുന്നത് അറിയാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ആൻറ്റി ഏജിങ് എന്ന ഒരു വേർഡിൽ തന്നെ നോക്കാം. നമ്മുടെ ഏജിങ് പ്രൊസീജിയറിന് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിത്യേന ശീലിക്കുന്ന അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടി നമ്മൾ എടുക്കേണ്ട വൈറ്റമിൻസ് ആണ്. എന്തൊക്കെ വൈറ്റമിൻസ് ആണ് നമ്മൾ ദിവസവും ശീലിക്കേണ്ടതെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളതും വിറ്റാമിൻ എ, ഡി ആൻഡ് ഇ തന്നെയാണ്. വിറ്റാമിൻ എ എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ചില പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും ഒക്കെ അത് ലഭ്യമാണ്. നമ്മുടെ ശരീരം തനാലെ ഉണ്ടാക്കാത്ത ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ. അത് നമ്മളെപ്പോഴും നമ്മുടെ ആഹാരത്തിലൂടെ തന്നെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സിന്തസിസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സാധാരണഗതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന വെജിറ്റബിൾ മെയിനായിട്ടെന്ന് പറയുന്നത് ക്യാരറ്റാണ്, പാല്, അതുപോലെ തന്നെ മാംഗോ, അവക്കാഡോ, ഇതിലൊക്കെ വിറ്റാമിൻ എയുടെ സാന്നിധ്യം നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി വൈറ്റമിൻ എ സിറംസ് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിനെ വിളിക്കുന്നത് റെറ്റിനോൾ സിറം എന്നാണ്. അപ്പോൾ റെറ്റിനോൾ സിറം എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, റെറ്റിനോൾ സിറം നമുക്ക് ഡെയിലി ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ അത് ഏത് അളവിൽ ഉപയോഗിക്കണം, എത്ര പെർസെൻറ്റേജ് ആണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഡൗട്ടുണ്ട്. റെറ്റിനോൾ സിറം 0.2% എങ്കിലും ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും രാത്രിയിൽ ഒരു 1-2 ഡ്രോപ്സ് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഈ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ മാറാനും ആ ഏജ് ചേഞ്ചസ് കുറയ്ക്കാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ ഏജിങ് ചേഞ്ചസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ചസ് നമ്മുടെ മുഖത്ത് കാണാനായിട്ട് കഴിയും. ഇനി ഇത് കൂടാതെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലാവർക്കും അറിയാം, ഇന്ന് ക്ലിനിക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുതിർന്നവരാണെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഈ വിറ്റാമിൻ്റെ ഒരു അഭാവം നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിൽ ഇത് കുറവായിരിക്കും പലർക്കും. കാരണം ഇന്ന് അധികം ആരും വെയിൽ കൊള്ളുന്നില്ല, കൂടുതലും എ സിയിൽ ഇരുന്നിട്ടുള്ള ജോബാണ്. കുട്ടികളെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഔട്ട്ഡോർ ഗെയിംസ് വളരെ കുറവാണ്. എല്ലാവരും കൂടുതലും മൊബൈൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു വിറ്റാമിൻ്റെ അഭാവം നമ്മൾ കാണുന്നുണ്ട്. അത് പലപ്പോഴും അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന ലെവലിൽ വരുന്നതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് നമുക്കറിയാം സൂര്യപ്രകാശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു വിറ്റാമിൻ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രാവിലെ ഒരു 9 മണിക്ക് അകത്തുള്ള വെയിലും അതേപോലെ വൈകുന്നേരം 4-4:30 ശേഷമുള്ള വെയിലും ഒരല്പമെങ്കിലും നമ്മളുടെ ശരീരത്തിൽ ഏൽക്കാനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് കൂടാതല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 4 ആഴ്ചയെങ്കിലും ആ രീതിയിൽ ഒന്ന് ശീലിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കുട്ടികളാണെങ്കിൽ കുറഞ്ഞത് 2000 ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ എങ്കിലും വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക. വെയിൽ കൊള്ളാനോ അതിനൊന്നും പറ്റാത്ത ആളുകൾക്കാണ് സപ്ലിമെൻറ്റ്സ് എപ്പോഴും നല്ലത്. ഇനി ഇത് കൂടാതെ അതിൻ്റെ ഫുഡ് ഐറ്റംസും നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. നമുക്കറിയാം ഫിഷ് ആണെങ്കിലും അതേപോലെ തന്നെ എഗ്ഗ്, ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ശീലിക്കാവുന്നതാണ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അപ്പോൾ ഈ വൈറ്റമിൻ ഇ വളരെ പോപ്പുലറാണ്. കാരണം നമുക്കറിയാം കോസ്മെറ്റിക് ഫോർമുലേഷൻസിലൊക്കെ നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് കാണാം. അതേപോലെ തന്നെ പലരും ഈ വിറ്റാമിൻ ഇ ഗുളികയെ പൊട്ടിച്ച് മുഖത്ത് തേക്കാറുണ്ട്, തലയിൽ തേക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് ദിവസം ഒന്നെങ്കിലും നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇത്
ഭയങ്കര ഒരു ചേഞ്ചസ് നിങ്ങളുടെ സ്കിന്നിന് തരും. നിങ്ങളുടെ ഒരു ഏജിങ് പ്രൊസീജിയറിനെ അറസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ അത് സഹായിക്കും. അപ്പോൾ ഡെയിലി നൈറ്റ് എങ്കിലും ഒരു വിറ്റാമിൻ ഇ ഗുളിക കഴിച്ച് ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഏജിങ് പ്രൊസീജിയർ തുടങ്ങുന്നത് എപ്പോഴും 35 എബോവ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പല സെലിബ്രിറ്റീസും ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര യങ് ലുക്കിംഗ് ആണ്. കാരണം അവരൊക്കെ ഒരുപാട് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് അവരുടെ സ്കിന്നിനെ വളരെയധികം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നിങ്ങളുടെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാണോ നിങ്ങളുടെ ശരീരഭാരം അതിന് എത്ര വെള്ളം നിങ്ങൾ കുടിക്കണം ആ ഒരു കണക്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ധാരാളം ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. മുഖത്ത് ചുളിവുകൾ വന്നുപോയി, ഏജിങ് പ്രൊസീജിയർ സ്റ്റാർട്ടായിപ്പോയി, ഇനി ഞാനത് ചെയ്തിട്ട് ഫലമില്ലെന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷേ ഇന്ന് കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഏസ്തെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സിൽ വളരെ പോപ്പുലറാണ്. അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ട ഗൈഡൻസ് ഒരു നല്ല കോസ്മെറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഏസ്തെറ്റിക് ഫിസിഷ്യൻ്റെ ഗൈഡൻസിൽ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് ലിഫ്റ്റ് ആണെങ്കിലും RF, അതേപോലെ ലേസേഴ്സ്, പിന്നെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലൈക്ക് ആൻറ്റി ഏജിങ് കോക്ടെയിൽസ് വെച്ചിട്ട് ചെയ്യുന്ന ഫേസ് പ്രൊസീജിയേഴ്സ്, അതേപോലെ തന്നെ സ്കിൻ റിജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. ഫേസ് PRP അതൊക്കെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറ്റി സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ ആൻറ്റി ഏജിങ് ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏതാണെന്ന് മനസ്സിലാക്കി മാത്രം അത് ഉപയോഗിക്കുക. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനത്തെ ക്രീംസോ ട്രീറ്റ്മെൻറ്റ്സോ ഒന്നും ചെയ്യാണ്ട് തന്നെ അവർ നല്ല ദിവസവും എണ്ണ തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൃത്യമായിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള നല്ല വലിയ വിഷമൊന്നും ചേരാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, ആ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഫുഡ് ഹാബിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കുട്ടികളാണെങ്കിലും കൂടുതൽ ജങ്ക് ഫുഡ്സാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് നിയന്ത്രിച്ച് കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിളിലേക്കൊക്കെ അവരെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. അത് നല്ലൊരു ചേഞ്ചസ് നമുക്ക് ആ ഒരു ചെറുതിലേ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ കൊണ്ടുവരാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഒരു കാരണവശാലും ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെയോ ഏസ്തെറ്റിക്സിൻ്റെയോ ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു ഫേസ് പ്രൊസീജിയേഴ്സിനും സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.